ഹലോ ഗായ്സ്, വെൽക്കം ടു ന്യൂ ബ്യൂട്ടിഫുൾ വീഡിയോ. അപ്പം ഇന്നത്തെ വ്ളോഗിൽ ഇന്നൊരു ബർത്ത്ഡേ ആണ്. രാവിലെ തന്നെ ഞാൻ ഷിഫ്റ്റിന് വന്നേക്കണം. അപ്പം ഇന്നെൻ്റെ ബർത്ത്ഡേ വ്ളോഗ് കാണാം. എല്ലാ ദിവസവും പോലെ കണ്ണാടിയും തിരിച്ചു കളിച്ചിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൈസ്. ഇത് സൺഡേ ഉണ്ട്. സ്റ്റോറൊക്കെ ഒരു 9:30 10 o'clock നമുക്ക് ഓപ്പൺ ചെയ്തുള്ളൂ. ബർത്ത്ഡേ കൊണ്ട് കുറേ പേരെന്നെ വിഷ് ചെയ്തു രാവിലെ തന്നെ. അൺഎക്സ്പെക്റ്റഡ് പ്രതീക്ഷിക്കാത്ത ആൾക്കാർ എന്നെ വിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. ഇനി വെയിറ്റ് ചെയ്യുന്നത് എൻ്റെ മാനേജർ എന്നെ വിഷ് ചെയ്തു എനിക്കറിയില്ല. കാരണം പുള്ളി കുറേ ദിവസങ്ങളായിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ മാസം തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഇന്ന് എൻ്റെ ബർത്ത്ഡേ എന്ന് പറയില്ല എന്ന് ഓർക്കൂല്ലോ എന്ന് നോക്കാം. ഷിക്കോട്ട് നോ ഇറ്റ്സ് കറക്റ്റ്. എനിക്കൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് നോക്കട്ടെ. താങ്ക് യു താങ്ക് യു. പുള്ളി ഗിഫ്റ്റ് മേടിച്ചു തന്നാട്ടോ. ഇത് ബർത്ത്ഡേ ആയിക്കൊണ്ട് ഗിഫ്റ്റ് കിട്ടിയില്ല എന്നിട്ട് വിഷമം തീർന്നിരിക്കുന്നത് ഗൈസ്. Hello. Who is that? Your family? Hello, family of Joshua. അപ്പം ഇന്നത്തെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമുക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് കാണാം. അങ്ങനെ ബർത്ത്ഡേക്കുള്ള കേക്കും കിട്ടി ഗൈസ്. ഹായ് ടു മൈ ഹായ് ഗൈസ്. അപ്പം ഞാൻ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഇന്ന് ടെസ്കോ ഓൾറെഡി 4 മണിക്ക് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു സൺഡേ വലിയ തിരക്കൊന്നും ഇല്ലായിരിക്കും എന്ന്. പക്ഷേ അല്ല, മൂട്ടിൻ്റെ പണിയായിരുന്നു. കാരണം ഭയങ്കര തിരക്കായിരുന്നു. ഓൾറെഡി നമ്മൾ കൊളീഗ് വന്നുമില്ല. അത് കാരണം മൊത്തം എൻ്റെ തലയിലായിരുന്നു. ഇനി ഇത് പണിയത് ഞാൻ മടുത്തു. നമുക്ക് വീട്ടിൽ പോയി ബർത്ത്ഡേ ആഘോഷിക്കാം ഗൈസ്. ഈ വർഷം മൊത്തം എൻ്റെ കഷ്ടാല വരുന്നതായിരുന്നു എനിക്ക് തോന്നുന്നത്. രാവിലെ തന്നെ കൈ മുറിഞ്ഞു നന്നായിട്ട്. ഇനി ഇന്നലെ ദേഹം പൊള്ളി. അപ്പം മൊത്തത്തിൽ കഷ്ടാലമാണ്. ഇനി ബർത്ത്ഡേ കഴിയുമ്പോഴൊക്കെ നല്ല കാലം വരുന്ന ഞാൻ വിചാരിക്കുന്നു. വെയിലായതുകൊണ്ട് എല്ലാവരും സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ നടക്കുകയാണ് എന്നെ പോലെ. അപ്പോൾ ഗൈസ് ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മനസ്സിലാക്കുന്നത്. എനിക്ക് കഴിക്കാനോ അത് ഊട്ടാക്കാനോ ഒന്നും സാധനം വീട്ടിൽ ഇരിപ്പില്ലായിരുന്നു. കാരണം ഇന്ന് എൻ്റെ ടെസ്കോ നേരത്തെ അടച്ചുകൊണ്ട് ഞാൻ ഒന്നും മേടിച്ചില്ല. മറന്നുപോയി മേടിക്കാം. എന്തെങ്കിലും ഇവിടെ കാണുന്നു, പക്ഷെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ബർത്ത്ഡേക്ക് കഴിക്കാനുള്ളത് പോയി മേടിക്കണം. പിന്നെ ഏതെങ്കിലും കുറച്ച് നല്ല കേരള ഫുഡ് എന്തെങ്കിലും കഴിക്കണം എന്നായിരുന്നു എനിക്ക് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. ബട്ട് നടക്കില്ല. കാരണം എനിക്ക് ഇവിടുന്ന് ഈസ്റ്റാൻ വരെ പോകണമെങ്കിൽ 80 മിനിറ്റ് എടുക്കും. പിന്നെ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് അടുത്ത് വേറെ 80 മിനിറ്റും വെയിറ്റിംഗ് എല്ലാം കൂടെ ഒരു 10-11 മണിയാണ്. കാരണം എനിക്ക് നാളെ രാവിലെ ഷിഫ്റ്റ് ഉണ്ട്. പിന്നെ എൻ്റെ ഇന്നത്തെ കാര്യമെല്ലാം മറ്റേ അവതാളത്തിലാവും. അപ്പം ഞാൻ ഓർത്തു ഏതെങ്കിലും ഒരു അടുത്ത കടയിൽ എന്തെങ്കിലും കഴിക്കാൻ മേടിക്കാന്ന്. അപ്പോൾ നമുക്ക് ഈ ഫുഡ് മേടിച്ചു വരാം ഗൈസ്. അപ്പോൾ ഇവിടെ അടുത്ത് ഡെസി ഈറ്റ്സ് എന്ന് പറഞ്ഞൊരു ടേക്ക് അവേ കടയുണ്ട് എന്നാണ് തോന്നുന്നത്. എനിക്കറിയത്തില്ല ഓപ്പൺ ആണോ എന്ന് പോലും എനിക്കറിയത്തില്ല. നമുക്ക് ഏതായാലും പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ വിശപ്പിൻ്റെ വിളിക്ക് ഒരു വഴി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇനി ഒരു 3-4 മിനിറ്റ് നടക്കാം. അപ്പോൾ ഗൈസ് അങ്ങനെ ഫുഡൊക്കെ മേടിച്ച് തിരിച്ചു വന്നു. നമുക്കിനി ഈ റൂം മൊത്തമായിട്ടൊന്ന് വൃത്തിയാക്കി അലങ്കരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി റൂമൊക്കെ ഗൈസ് ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നു. അപ്പം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ തന്നെ എൻ്റെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ എൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ തവണത്തെ. ഞാനും എൻ്റെ കൂട്ടുകാരോട് ആഘോഷിച്ചത്. അപ്പം ഇപ്പം എല്ലാവരും പല പല സ്ഥലത്താണ്. എല്ലാവരും എന്നെ വിളിച്ചു, എല്ലാവരും എന്നെ വിഷ് ചെയ്തു. പിന്നെ എൻ്റെ വീട്ടിലെ ബർത്ത്ഡേ ആണെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛന്മാരും എൻ്റെ ചേച്ചിമാരും എൻ്റെ അപ്പായും അമ്മയും എല്ലാവരും കൂടെ ഉള്ള ബർത്ത്ഡേ ആയിരിക്കും. അപ്പോൾ അങ്ങനെ എൻ്റെ ചുറ്റിനും ഒരുപാട് പേരുണ്ട് എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും. ആദ്യമായിട്ടാണ് ഞാൻ തന്നെ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ആയിരുന്നു. അപ്പം നമുക്ക് കേക്ക് മുറിക്കാം. ഇനി നമുക്ക് തിരിയൊക്കെ കത്തിക്കാം. എനിക്ക് എൻ്റെ മാനേജർ ഗിഫ്റ്റ് തന്ന വൈനാണ്. ഒരലങ്കാരത്തിൽ നമുക്ക് വൈൻ നോക്കാം. 2 ഗ്ലാസ് ഇരുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിക്കോട്ടെ. അപ്പൊ ഗൈസ് ഇതാണ് എൻ്റെ ഈ വർഷത്തെ സോളോ കേക്ക് മുറി. അപ്പം എനിക്കറിയില്ല എനിക്കിങ്ങനെ തന്നെ ഇങ്ങനെ കേക്ക് മുറിക്കാൻ തോന്നുന്നു. പക്ഷെ ഓൾറെഡി ഞാൻ ഈ വർഷത്തെ കേക്ക് എൻ്റെ കൂട്ടുകാരോട് മുറിച്ചു. അവരെന്നെ ഒരുപാട് ഹാപ്പി ആക്കി. അപ്പൊ നമുക്ക് തിരിവിടാം. തിരി ഊതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെട്ടമില്ല, നമ്മൾ തന്നെ പോയതായിട്ടുണ്ട്. ഇത് ഞാൻ പണ്ട് എപ്പോഴോ കഴിച്ചിട്ടുള്ള ഒരു കേക്കിന്റെ ടേസ്റ്റ് ഒക്കെ എനിക്ക് കുറേ മുട്ടയുണ്ട് കേട്ടോ. ഒരു മുട്ടയുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും എനിക്ക് കൊടുക്കായിരുന്നു. എൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും ഞാൻ എല്ലാവർക്കും വേണ്ടി എടുത്ത് വെച്ചത് കേട്ടോ. നമുക്കിത് പായും കുടിക്കാം. ഞാൻ നോക്കാം. ഓൾറെഡി ഇത് കണ്ടോ, ഇതിന് അടിയത്തെ കുഴിയുള്ള മധുരമുള്ളതാണ്. ഞാൻ ഏതോ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും ശരിയല്ല. ഇതിനൊക്കെ കുഴിയൊക്കെ ഉണ്ട് കേട്ടോ, മധുരേ ഇല്ല. അപ്പം നിങ്ങൾ ആരെങ്കിലും മധുരമുള്ള വൈൻ ട്രൈ ചെയ്യണത് ടെസ്കോ ഇത് എടുക്കുകയാണ് എടുക്കണം കേട്ടോ, കൊള്ളത്തില്ല.
പിന്നെ കുടിച്ച് നോക്കാം, ചുമ്മാ കുടിക്കാം. നമുക്ക് ഇനി ലാസ്റ്റ് ഫൈനൽ ഫുഡ് കഴിക്കാറുണ്ട്. കടയിൽ നിന്ന് മേടിച്ച ബിരിയാണിയാണ്, നമുക്ക് കഴിക്കാം. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് തന്നെ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം ഒരുപാട് പേര് സ്റ്റോറി ഇട്ട് മെൻഷൻ ചെയ്തു. അപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ട്, ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വരെ എൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്തു. ടെസ്കോയിലുള്ള കുറേ ആൾക്കാർ, കൊളീഗ്, നമ്മളറിയാവുന്നവരെല്ലാം നമുക്ക് ഇതേ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രേവി ഉണ്ട്, ചില്ലി ചട്നി, എന്തോ ഒരു സാധനം. അപ്പോൾ ഗായ്സ്, ഈ ഒരു ബിരിയാണിയാണ് നമ്മുടെ ബർത്ത്ഡേ ഫീസ്റ്റ്. അപ്പം കഴിച്ചൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ടേ എനിക്കൊരു ഇഷ്ടം തോന്നില്ല. അപ്പം ഇങ്ങനെ കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കറി കൊള്ളാം കേട്ടോ. നമ്മുടെ ഒരു സാമ്പാറൊക്കെ കഴിക്കുന്നവരുണ്ട്. നാളെ ഇപ്പോൾ കറി ഒന്നും വെക്കണ്ട, ഇത് കൂട്ടാം. റൈസ് ഒരു മഞ്ഞച്ചോറൊക്കെ പോലെ ഉണ്ട്, കുഴപ്പമില്ല, കഴിക്കാം. ഞാൻ ചട്നി കാണിച്ചില്ലേ, അത് ചട്നിയാണിത്, പക്ഷെ നല്ല എരിവാണിത്. ഇതൊരു മഞ്ഞ സാധനം പോലെ കാണിച്ചില്ലേ, അത് തൈരാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഇത് കുഴപ്പമില്ലാത്തൊരു ബിരിയാണി അത്രേ ഉള്ളൂ. അപ്പം എൻ്റെ സോളോ ബർത്ത്ഡേ സെലിബ്രേഷന് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ. ഓക്കെ, സി യു നെക്സ്റ്റ് വീഡിയോ. ബൈ.